ഫ്രണ്ട്സ്, നങ്ങനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മുളക് കുറച്ച് വിളവെടുത്തിട്ടുണ്ട്. ഒരു ആൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊട്ടിച്ചതാണ്. കണ്ടോ, ഇതൊക്കെ നമ്മുടെ കിഴക്കൻ മുളക് എന്ന് പറയുന്നതും. പിന്നെ ഇവിടെയുള്ള ഒരു 2-3 ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഇത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് അല്ലേ. നമ്മുടെ വീട്ടിലത്തെ മുളക് ഇങ്ങനെ പൊട്ടിച്ചൊക്കെ കഴിയുമ്പോൾ ഇത് ഞാൻ ഈ പ്ലേറ്റിലോട്ട് നിന്നിട്ട് അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ക്വാണ്ടിറ്റി എന്തോരുണ്ടെന്ന്. കണ്ടോ, താഴെ പോയി. ഈ ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഇത് നല്ല എരിവുള്ള ടൈപ്പാണ്. പക്ഷെ ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതിൽ കുരു കുറവാണ്. ഇതൊക്കെ നല്ല എരിവുള്ള ടൈപ്പ്. ഈ മുളകുകളെല്ലാം നല്ല എരിവുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേ കൂട്ടത്തിൽ ഇത് നമ്മുടെ തക്കാളി 2 എണ്ണം പഴുത്തിട്ടുണ്ട്. ഇതേ അമ്പാടി അത് പൊട്ടിക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കണം. അപ്പോൾ നമുക്കത് പൊട്ടിച്ചെടുക്കാം. ഇതോടുകൂടിയിട്ട് ഈ തൈ പോയിട്ടാ. ഈ തൈ നമുക്ക് കളയേണ്ടി വരും, കാരണം അതാകെ വാട്ടൊക്കെ വന്നു. അടുത്തും കൂടി പൊട്ടിക്ക്. നമ്മളതിന് മുന്നേ പൊട്ടിച്ചു കേട്ടോ. 3 എണ്ണം പൊട്ടിച്ചു, വീട്ടിലത്തെ ആവശ്യത്തിന് എടുത്തു. ഇതേ ഇത് കണ്ടോ, ഇത് വേറെ ടൈപ്പ് വീണ്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെ ഇതേ നോക്കി നമ്മുടെ ചുവന്ന വെണ്ടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് കൊത്തമര എന്താണാവോ, ഞാൻ വീഡിയോസൊക്കെ കാണുന്ന കൊത്തമരൊക്കെ അടിപൊളിയായത്. എന്താണാവോ ചാഴി പിടിച്ച പോലെ ഒരു ഭംഗിയില്ല. കൊത്തമര കുഞ്ഞിതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ചീര ഉണ്ട് കേട്ടോ. നമുക്ക് ചീര, പച്ചച്ചീരൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പം ഇവിടെ വേറെ ഇതൊക്കെ ഉണ്ട്. പല വെറൈറ്റി മുളക് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, വേറെ വിശേഷങ്ങളൊന്നുമില്ലതേ. നമ്മുടെ ചീരയും ഇത് ഉരുളൻകിഴങ്ങ് കേട്ടോ. ഇതും ഉരുളൻകിഴങ്ങ് ഉണ്ടായിട്ടുണ്ട് അടിയിൽ. അത് നമുക്ക് വിളവെടുക്കുമ്പോൾ ഒരു വീഡിയോ എടുത്ത് ചെയ്യാം. പിന്നെ അതേ വേറെ ഉരുളൻകിഴങ്ങ് കുഴിച്ചിട്ടിട്ടുണ്ട്. അത് ഇതേ പൊടിച്ചു വന്നിട്ടുണ്ട്. 2 ഗ്രോ ബാഗിലായിട്ട് വെച്ചിട്ടുണ്ട് ഇതേ മുളകൊക്കെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.